എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈസ് ഇത്തേറിയം ഡൈയിങ്? ഇത്തേറിയത്തിൻ്റെ കാലം കഴിഞ്ഞു, ഇനി ഇത്തേറിയത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അതേപോലെ തന്നെ ഇപ്പോൾ നിലവിലെ ഇത്തേറിയത്തിൻ്റെ വാട്ട് ഈസ് ദ കറൻറ്റ് സ്റ്റേറ്റസ് ഓഫ് ഇത്തേറിയം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ റീസെൻ്റ്ലി ഇപ്പോൾ ട്വിറ്റർ ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ള പ്ലാറ്റ്ഫോമൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡിസ്കഷൻസ് കാണാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഇത്തേറിയത്തിൻ്റെ ഡൊമിനൻസ്, മാർക്കറ്റ് ക്യാപ് ഡൊമിനൻസ് എല്ലാം വളരെ വലിയ രീതിയിൽ താഴോട്ട് പോവുകയും ഇപ്പോൾ ഒരു ഓൾ ടൈം ലോയിലാണ് ഉള്ളത്. ഇപ്പോൾ ഓവറോൾ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പിൻ്റെ ഡൊമിനൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇത്തേറിയത്തിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് വെറും 7.36% ആണ്. ഇപ്പോൾ ഈവൻ ഒരു 2-3 മാസം മുമ്പ് വരെ 18-20% മാർക്കറ്റ് ക്യാപ്പ് ഡൊമിനൻസ് ഉണ്ടായിരുന്ന ഇത്തേറിയത്തിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് വളരെ വലിയ രീതിയിലാണ് ഇപ്പോൾ താഴോട്ട് വന്നിട്ടുള്ളത്. അത് മാത്രമല്ല, ഇത്തേറിയത്തിൻ്റെ പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2018 ബുൾ മാർക്കറ്റിൻ്റെ ഓൾ ടൈം ഹൈയിലുള്ള അതേ ഒരു പ്രൈസ് പോയിന്റിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇൻഫാക്റ്റ് 2 ദിവസം മുന്നേ അതിലും താഴെ വരെ ഇത്തേറിയത്തിൻ്റെ പ്രൈസ് താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2018 ഇത്തേറിയം ഇതേ ഒരു പ്രൈസിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ബിറ്റ്കോയിൻ്റെ പ്രൈസ് 20,000-ലും താഴെയായിരുന്നു. അപ്പോൾ ആ ഒരു പ്രൈസിൽ നിന്നും ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇപ്പോൾ നോക്കുമ്പോൾ ഏകദേശം $85,000 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്തേറിയത്തിൻ്റെ പ്രൈസ് ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. അത് കാരണം കൊണ്ട് തന്നെ ബിറ്റ്കോയിൻ ടേംസിൽ നമ്മൾ ഇത്തേറിയത്തിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യുമ്പോഴും വളരെ വലിയ രീതിയിലുള്ള ഒരു അണ്ടർ പെർഫോമൻസ് ആണ്. ഈവൻ ഇപ്പോൾ നമ്മളിപ്പോൾ 2022 ഇത്തേറിയം പ്രൂഫ് ഓഫ് വർക്കിൽ നിന്നും പ്രൂഫ് ഓഫ് സ്റ്റേക്കിലോട്ട് സ്വിച്ച് ചെയ്തതിന് ശേഷം ഏകദേശം 75% ആണ് ഇത്തേറിയത്തിൻ്റെ പെർഫോമൻസ് ബിറ്റ്കോയിൻ ടേംസിൽ താഴോട്ട് വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 2022 ബെയർ മാർക്കറ്റ് ലോയിലൊക്കെയാണ് ഇപ്പോൾ ഇത്തേറിയത്തിൻ്റെ ബിറ്റ്കോയിൻ ടേംസിലുള്ള വാല്യൂ ഉള്ളത്. അപ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇത്തേറിയത്തിൻ്റെ ഡോമിനൻസ് കാര്യങ്ങൾ ഇത്തേറിയം ബിറ്റ്കോയിൻ ടേംസിലെല്ലാം ഇത്രയും കുറഞ്ഞില്ലേ, അപ്പോൾ ഇത്തേറിയം ഗോയിങ് ടു ഡൈ ആണോ, ഇത്തേറിയത്തിൻ്റെ കഥ ഓൾറെഡി കഴിഞ്ഞോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇതിനുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഒരിക്കലുമല്ല. നമ്മളെപ്പോഴും ഒരു സാധനത്തിൻ്റെ, അതിപ്പോൾ ക്രിപ്റ്റോ കറൻസി ആണെന്നുണ്ടെങ്കിലും മറ്റുള്ള ഒരു ഷെയർ ആണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള സാധനങ്ങളുടെ വാല്യൂ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ കാര്യങ്ങളൊക്കെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് ഒരിക്കലും അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പിനെ ബേസ് ചെയ്തിട്ടോ അതിൻ്റെ ടോട്ടൽ വാല്യൂഷനെ ബേസ് ചെയ്തിട്ടോ അല്ല എന്നുള്ളതാണ്. ഓക്കെ, അത് മാത്രമല്ല നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു മാർക്കറ്റ് ക്യാപ്പ് ഡൊമിനൻസ് എന്ന് പറയുന്നത് ഈ ഒരു ക്രിപ്റ്റോ മേഖലയിലുള്ള ആളുകൾ മാത്രം നോക്കുന്ന ഒരു മെട്രിക്കാണ്. ഓക്കെ, അതായത് ഒരു മീനിങ്ലെസ് ആയിട്ടുള്ള ഒരു മെട്രിക്കാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ, അതായത് ഇപ്പോൾ ആപ്പിൾ ഡൊമിനൻസ് അല്ലെങ്കിൽ എൻവിഡിയ ഡൊമിനൻസ് അല്ലെങ്കിൽ ഇപ്പോൾ ഗോൾഡ് ഡൊമിനൻസ്, സിൽവർ ഡൊമിനൻസ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ ആരെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ക്രിപ്റ്റോയിൽ മാത്രം കേൾക്കുന്ന ഒരു ഡൊമിനൻസ് ആണ്, ഒരു ടേമാണ് ബിറ്റ്കോയിൻ ഡൊമിനൻസ്, ഇത്തേറിയം ഡൊമിനൻസ്, XRP ഡൊമിനൻസ്, ഇത്തരത്തിലുള്ള കാര്യം. അപ്പോൾ ബിറ്റ്കോയിൻ ഇതേ കാര്യം തന്നെയാണ് ബിറ്റ്കോയിൻ്റെ കാര്യത്തിലും. ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് കൂടുന്ന സമയത്ത് പല ആളുകളും ബിറ്റ്കോയിൻ്റെ റെലവൻസ് ഭയങ്കരമായിട്ട് കൂടുന്നു എന്നൊക്കെ പറയും. പക്ഷേ അതേസമയം ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് താഴോട്ട് വരുമ്പോൾ പല ആളുകളും പറയും ഇത് ബിറ്റ്കോയിൻ്റെ റെലവൻസ് കുറയുന്നു എന്നുള്ള കാര്യം. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി റോങ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെൻ്റ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും ഇത്തേറിയത്തിന് ഒരിക്കലും ബിറ്റ്കോയിനുമായിട്ട് കമ്പയർ ചെയ്യൽ സാധിക്കില്ല. ഓക്കെ, ഇപ്പോൾ ബിറ്റ്കോയിൻ ഒരു സ്റ്റോർ ഓഫ് വാല്യൂ ആണ്. ഓക്കെ, പക്ഷേ ഇത്തേറിയം ആണ് എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും കമ്പയർ ചെയ്യേണ്ടത് ഒരു ടെക്നോളജി സ്റ്റോക്കുമായിട്ടോ അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ കമ്പനിയുടെ സ്റ്റോക്കായിട്ട്, ഒരു ഷെയർ ആയിട്ടാണ്. അപ്പോൾ അതിനെ നമ്മളെപ്പോഴും കമ്പയർ ചെയ്യേണ്ടത് അതുമായിട്ട് അതേപോലുള്ള സിമിലർ ആയിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സുമായിട്ടാണ്. ഇപ്പോൾ സൊലാനി ആയിട്ടോ BNB ആയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ബ്ലോക്ക് ചെയിനുകളായിട്ടാണ്. ഒരിക്കലും നമ്മൾ ബിറ്റ്കോയിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഡൊമിനൻസുമായിട്ട് കമ്പയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഓവറോൾ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പിൻ്റെ ഡൊമിനൻസുമായിട്ട് കമ്പയർ ചെയ്തിട്ടോ അല്ല ഇത്തേറിയത്തിന് നമ്മൾ വാല്യൂ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് തന്നെയാണ് ഇപ്പോൾ ബ്ലാക്ക് റോക്ക് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി ബ്ലാക്ക് റോക്ക് പബ്ലിഷ് ചെയ്ത ഒരു റിപ്പോർട്ടിൽ പറയുന്നത്, ബിറ്റ്കോയിൻ ഈസ് എൻ എമേർജിംഗ് ഗ്ലോബൽ മാർക്കറ്റ് മോണിറ്ററി ഓൾട്ടർനേറ്റീവ്. അതായത് ഗോൾഡ് പോലെ ഒരു ഗ്ലോബൽ മോണിറ്ററി ആൾട്ടർനേറ്റീവ് ആണ് ബിറ്റ്കോയിൻ. അപ്പോൾ അതിൻ്റെ വാല്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഗ്ലോബലി ഉള്ളൊരു കൺസെൻസസ് ആണ്. അതായത് ഗ്ലോബലി ഉള്ള ആളുകൾ എന്താണ് അതിനൊരു വാല്യൂ കൊടുക്കുന്നത്, അത് അതിൻ്റെ റവന്യൂവിനെ ബേസ് ചെയ്തിട്ടോ PE റേഷ്യോനെ ബേസ് ചെയ്തിട്ടോ എൻ്റർപ്രൈസ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടോ അങ്ങനെയൊന്നുമല്ല. ഓക്കെ, ഇപ്പോൾ ഗോൾഡിന് എന്തുകൊണ്ടാണ് ആളുകൾ വാല്യൂ കൊടുക്കുന്നത്? ഗോൾഡിൻ്റെ അൾട്ടിമേറ്റ് സ്കേഴ്സിറ്റിക്കാണ് അതിനൊരു വാല്യൂ ഉള്ളത്. അത്രത്തോളം മൈനിങ്ങിനും ഒക്കെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കമ്മോഡിറ്റി ആയത് കാരണം കൊണ്ടാണ് ഗോൾഡ് ഒരു സ്റ്റോർ ഓഫ് വാല്യൂ ആയിട്ട് ഗ്ലോബലി ആളുകൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ബിറ്റ്കോയിനും. പക്ഷേ ഇത്തേറിയത്തിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ ഇത്തേറിയം ഒരു ടെക്നോളജി പ്ലാറ്റ്ഫോം ആണ് എന്നുള്ളതാണ് ബ്ലാക്ക് റോക്ക് പറയുന്നത്. അതായത് ഒരു റവന്യൂ ജനറേറ്റിംഗ് ആയിട്ടുള്ള ഒരു ടെക്നോളജി പ്ലാറ്റ്ഫോം. ഇപ്പോൾ ആമസോൺ പോലെ അല്ലെങ്കിൽ ഇപ്പോൾ മറ്റുള്ള ടെക്നോളജി കമ്പനികൾ പോലെ ആ കമ്പനികളുടെ ഷെയർ എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെയാണ് ഇത്തേറിയം ഉള്ളത്. അപ്പോൾ ഇത്തേറിയത്തിന് നമ്മൾ വാല്യുവേഷൻ നടത്തേണ്ടത്
അതേപോലുള്ള സിമിലർ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളായിട്ടാണ്, ഒരിക്കലും ബിറ്റ്കോയിനുമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ക്രിപ്റ്റോ കറൻസികളായിട്ടോ അല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ഇത്തേരിയത്തിൻ്റെ ഫ്യൂച്ചർ, ഇത്തേരിയത്തിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ഇത്തരത്തിലുള്ള സിമിലർ ആയിട്ടുള്ള ബ്ലോക്ക് ചെയിൻസിൻ്റെ പെർഫോമൻസുമായിട്ടും അത്തരത്തിലുള്ള സിമിലർ ആയിട്ടുള്ള ബ്ലോക്ക് ചെയിൻ പ്രൊജക്റ്റിൽ നിന്നും വരുന്ന കോമ്പറ്റീഷനെയും എല്ലാത്തിനെയും ബേസ് ചെയ്തിട്ടായിരിക്കും ഇത്തേരിയത്തിൻ്റെ പെർഫോമൻസ് എന്നുള്ളത്. സോ ഈ 3 കാര്യങ്ങൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, നമ്മളൊരിക്കലും മറ്റുള്ള മേഖലകളിൽ ഒരിക്കലും ഡൊമിനൻസ്, മാർക്കറ്റ് ക്യാപ്പ് ഡൊമിനൻസും നോക്കാറില്ല അല്ലേ. ഇപ്പോൾ ആരെങ്കിലും സിൽവർ ഡൊമിനൻസോ അല്ലെങ്കിൽ ഗോൾഡ് ഡൊമിനൻസോ ഒന്നും പറയുന്നത് നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടുണ്ടായില്ല. ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2005 ഗോൾഡിൻ്റെ ഡോമിനൻസ് $2.1 ട്രില്യൺ, ഗോൾഡ് മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് $2.1 ട്രില്യൺ, സിൽവറിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 0.3, അതായത് $300 ബില്യൺ. സോ 20 വർഷം മുന്നേ സിൽവറിൻ്റെ ഡോമിനൻസ് ഗോൾഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 13% ആണ് അല്ല. 10 വർഷം മുന്നേ ആ ഡോമിനൻസ് 11% താഴോട്ട് വന്നു. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8% കുറഞ്ഞു. അതായത് ഗോൾഡിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഡോമിനൻസ് 20 വർഷം മുന്നേ 87% ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ 92% ആണ്. അതിനർത്ഥം സിൽവറിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് കമ്പാരിറ്റീവ്ലി കുറഞ്ഞു എന്നുള്ളതാണ്. അതായത് കുറഞ്ഞു എന്നുള്ളതല്ല, നമ്മളിപ്പോൾ 20 വർഷം മുന്നേ സിൽവറിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് $300 ബില്യൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ $1.8 ട്രില്യൺ ആണ്. പക്ഷേ ഗോൾഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ളൊരു വലിയൊരു റേഷ്യോയിലോട്ട് കൂടിയില്ല എന്നുള്ളതാണ് ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത്തരത്തിലുള്ളൊരു ഡൊമിനൻസ് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ ഇത്തേറിയം ഡൈയിങ് ആണ് എന്ന് പറയുന്ന പോലെ സിൽവർ ഡൈയിങ് ആണോ എന്ന് ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഇല്ല അല്ല. കാരണം ഗോൾഡിനേക്കാളും ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു കമ്മോഡിറ്റിയാണ്, ഒരു മെറ്റലാണ് സിൽവർ. ഇപ്പോൾ സിൽവർ ഇപ്പോൾ ഗോൾഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഇൻഡസ്ട്രീനെ സപ്പോർട്ട് ചെയ്യുന്ന, ഒരുപാട് ഇൻഡസ്ട്രിയിൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു കമ്മോഡിറ്റിയാണ്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഗോൾഡിന് വാല്യൂ ഉള്ളത്? ഗോൾഡ് ഒരു മോണിറ്ററി അസറ്റാണ്, ഒരു സ്റ്റോർ ഓഫ് വാല്യൂ ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ അൾട്ടിമേറ്റ് സ്കേഴ്സിറ്റിക്കാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു സാധനത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ യൂസ് കേസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടേ അല്ല. പല ആളുകൾക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് ഇത്. അതായത് ബിറ്റ്കോയിൻ ആളുകൾ വാങ്ങി കയ്യിൽ വെക്കുകയല്ലേ, അപ്പോൾ അതിന് ഇത്ര വാല്യൂ ഉണ്ടാവാൻ പാടില്ല. പക്ഷേ ഇത്തേറിയം ഇത്ര ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്, സൊലാന എത്ര ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിനാണ് വാല്യൂ ഉണ്ടാവേണ്ടത് എന്ന് പറയുന്നത് തന്നെ ഒരു മണ്ടത്തരമാണ്. കാരണം ഈ ലോകത്തിൽ സ്റ്റോർ ഓഫ് വാല്യൂയുടെ വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ സ്കേഴ്സിറ്റിക്കാണ്, അത് ആളുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ യൂസ് കേസിനാണ് എന്നുണ്ടെങ്കിൽ സിൽവറിനാണ് ഏറ്റവും കൂടുതൽ വാല്യൂ ഉണ്ടാവേണ്ടത് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം. അപ്പോൾ സിൽവർ ഡോമിനൻസ് കാര്യങ്ങൾ നോക്കിയിട്ട് സിൽവർ ഡെഡ് ആണോ എന്ന് ചോദിക്കുന്ന ഒരു പോയിൻ്റേ ഇല്ല അല്ലേ. ഇതേപോലെ തന്നെയാണ് ഇത്തേറിയത്തിൻ്റെ കേസിലും. ഇത്തേറിയത്തിൻ്റെ ഡോമിനൻസ് കുറഞ്ഞത് കാരണം കൊണ്ട് ഇത്തേറിയം ഡൈയിങ് ആണോ എന്നുള്ളൊരു ചോദ്യം പോയിന്റ്ലെസ് ആണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഷെയർ മാർക്കറ്റിൽ ഇപ്പോൾ സ്റ്റോക്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ടോപ്പ് 10 ഓട്ടോമൊബൈൽ കമ്പനീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേൾഡ് വൈഡുള്ള കമ്പനിയിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളത് ടെസ്ലയ്ക്കാണ് അല്ലേ. ടെസ്ലയുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് $811 ബില്യൺ ആണ്. ടൊയോട്ടയുടെ മാർക്കറ്റ് ക്യാപ്പോ $228 ബില്യൺ ആണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടെസ്ലയുടെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് കഴിഞ്ഞൊരു 4 കൊല്ലം ആയിട്ടാണ് ഇത്രയും വലിയ രീതിയിൽ ഗ്രോ ആയത്. പക്ഷേ അതിന് മുന്നേ ടെസ്ല നമ്മൾ പിക്ചറിൽ പോലുമില്ല അല്ലേ. അതുവരെയും ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനി ആയിട്ടുള്ളത് ടൊയോട്ടയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ ഈ ഒരു ടോപ്പ് 10 ടെസ്ലയുടെ മാർക്കറ്റ് ക്യാപ്പ് ഡോമിനൻസ് റീസെൻ്റ് ആയിട്ട് വളരെ വലിയ രീതിയിൽ കൂടി 49% ആയി. ടൊയോട്ടയുടെ മാർക്കറ്റ് ക്യാപ്പ് ആണെന്നുണ്ടെങ്കിൽ 14% കുറഞ്ഞു. പക്ഷേ ഇതിനർത്ഥം എന്താ പറയുക, ടൊയോട്ടയുടെ മാർക്കറ്റ് ക്യാപ്പ് അതായത് ടെസ്ല ഇല്ലാത്ത സമയത്ത് 27% ആയിരുന്നു ടൊയോട്ടയുടെ മാർക്കറ്റ് ക്യാപ്പ്. അപ്പോൾ ഇതിനർത്ഥം ടൊയോട്ട ഡൈയിങ് ആണോ എന്നുള്ളതാണോ? ഒരിക്കലും അല്ല. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ കമ്പനി ഇപ്പോഴും ടൊയോട്ട തന്നെയാണ്. അതായത് ഏറ്റവും പ്രോഫിറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ $46 ബില്യൺ ആണ് ടൊയോട്ടയുടെ പ്രോഫിറ്റ്. ടെസ്ലയുടെ ആണെന്നുണ്ടെങ്കിൽ 8ാം സ്ഥാനത്താണ്, വെറും $9 ബില്യൺ ആണ് ടെസ്ലയുടെ പ്രോഫിറ്റ്. അതായത് ടൊയോട്ട ഉണ്ടാക്കുന്ന പ്രോഫിറ്റിൻ്റെ 4/1 പോലും ടെസ്ല ഉണ്ടാക്കുന്നില്ല. ഈവൻ ടോപ്പ് 5 പോലും ടെസ്ലയില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ടെസ്ലയ്ക്ക് ഇപ്പോൾ ഇത്രയും വലിയൊരു മാർക്കറ്റ് ക്യാപ്പ് ഉള്ളത്? ആളുകൾ സ്പെക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇതിനൊരു സ്പെക്കുലേഷൻ ഡിമാൻഡ് ഉള്ളത് കാരണം കൊണ്ടാണ്. അതായത് ഭാവിയിൽ ടെസ്ല ടൊയോട്ടയെക്കാളും വലിയൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു കമ്പനി ആയിട്ട് മാറും എന്നുള്ള കാര്യങ്ങൾ ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഭാവിയിൽ ആളുകൾ EV കാറുകൾ, ഇപ്പോൾ ഐസ് കാർസിനെ ടേക്ക് ഓവർ ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്പെക്കുലേഷൻ വാല്യൂ ആണ് ഇപ്പോൾ ടെസ്ലയിലുള്ളത്. ഇനിയിപ്പോൾ ഭാവിയിൽ ടെസ്ല, അപ്പോൾ ഇനി ആളുകൾ ഭാവിയിൽ ഈ EV ഒന്നും യൂസ് ചെയ്യുന്നില്ല, അതേപോലെ തന്നെ ടെസ്ലയ്ക്ക് ഇപ്പോൾ ഉള്ള ഒരു സെയിൽസും കാര്യങ്ങളൊന്നും ഭാവിയിൽ ഉണ്ടാവില്ല എന്നുണ്ടെങ്കിലോ
ഓട്ടോമാറ്റിക്കലി ടെസ്ലയുടെ മാർക്കറ്റ് ക്യാപ്പ് വാല്യൂഷൻ കുറഞ്ഞു വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ടെസ്ലയുടെ മാർക്കറ്റ് ക്യാപ്പ് ഒരുപാട് കാര്യങ്ങളിൽ ഡിപ്പെൻഡഡ് ആണ്. അപ്പോൾ ഏത് സമയമാണെന്നുണ്ടെങ്കിലും ഇത് താഴോട്ട് വരാം. മേ ബി ഇപ്പോൾ 2021 ടെസ്ലയുടെ മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം 1 ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പിലൊക്കെ ആയിരുന്നു അല്ലേ. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ $800 ബില്യൺ 20% താഴെയാണ്. അതിന് കാരണം എന്താണ്? ഒരുപാട് കോമ്പറ്റീഷൻ വന്നു. ഇപ്പോൾ നമ്മൾ 2020-21 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെസ്ല ആയിരുന്നു ഏറ്റവും അതായത് കുറച്ച് EV മേക്കേഴ്സ് ഉള്ളൂ, അതിൽ തന്നെ ഏറ്റവും മേജർ ആയിട്ടുള്ളത് ടെസ്ലയായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു 4-5 വർഷത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് EV മാനുഫാക്ചേഴ്സ് വന്നു അല്ലേ. ഇപ്പോൾ BYD പോലുള്ള ഒരുപാട് കാർ കമ്പനീസ്, ഈവൻ ട്രഡീഷണലി ഉള്ള ഐസ് കാർസ് ഉണ്ടാക്കുന്ന കമ്പനികൾ തന്നെ EVയിലോട്ട് ഇറക്കി. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ടെസ്ലയുടെ മാർക്കറ്റ് ക്യാപ്പ് മുകളിലോട്ട് പോകുന്നതിന് സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങി, അത് താഴോട്ട് വരാൻ തുടങ്ങി. മറ്റുള്ള മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്, മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് ഡൈല്യൂട്ട് ആവാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഒരുപാട് EVs വരുന്ന സമയത്ത് ഇനിയും ടെസ്ലയുടെ മാർക്കറ്റ് ക്യാപ്പ് കുറഞ്ഞു വരും. അതിനർത്ഥം ടെസ്ല ഡൈയിങ് ആണ് എന്നുള്ളതല്ല, ടെസ്ല ഇപ്പോഴും വൺ ഓഫ് ദി ലാർജസ്റ്റ് EV സെല്ലിംഗ് കമ്പനീസ് ആണ് അല്ലേ. അപ്പോൾ ഇതേ ഒരു കമ്പാരിസൺ തന്നെയാണ് നമ്മൾ ഇത്തേരിയത്തിലും എടുക്കേണ്ടത്. ഇപ്പോൾ ഇത്തേരിയം 2017-16 വന്ന സമയത്ത് ഇത്തേരിയത്തിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഡോമിനൻസ് എന്ന് പറയുന്നത് 100% ആയിരുന്നു. കാരണം അപ്പോൾ ഒരു സ്മാർട്ട് കോൺട്രാക്റ്റ് ആയിട്ടുള്ള ഒരേ ഒരു ബ്ലോക്ക് ചെയിൻ ഇത്തേരിയം ആയിരുന്നു ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ 2025 ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്മാർട്ട് കോൺട്രാക്റ്റ് ബ്ലോക്ക് ചെയിൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ BNB ഉണ്ട്, സൊലാന ഉണ്ട്, ട്രോൺ ഉണ്ട്, കാർഡാനോ ഉണ്ട്, സ്റ്റെല്ലർ, അതേപോലെ തന്നെ സൂയി, അത്തരത്തിലുള്ള ഒരുപാട് ബ്ലോക്ക് ചെയിൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 100% മാർക്കറ്റ് ഷെയറും ഒരു സമയത്ത് കൈയടക്കി വെച്ചിരിക്കുന്ന ഇത്തേരിയത്തിൻ്റെ മാർക്കറ്റ് ഷെയർ എല്ലാം മറ്റുള്ള ബ്ലോക്ക് ചെയിനുകളിലോട്ടും ഡൈല്യൂട്ട് ആവാൻ തുടങ്ങി. മറ്റുള്ള ബ്ലോക്ക് ചെയിനുകളും ആളുകൾ യൂസ് ചെയ്യാൻ തുടങ്ങി. അത് കാരണം കൊണ്ട് തന്നെ ഇത്തേരിയത്തിൻ്റെ ഡൊമിനൻസ് കുറഞ്ഞു വരാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇതിനർത്ഥം ഇത്തേരിയം ഡൈയിങ് ആണ് എന്നുള്ളതല്ല. ഓക്കെ, അതേപോലെ തന്നെ ഇത്തരത്തിലിപ്പോൾ ഈ ഒരു മാർക്കറ്റ് ഷെയർ കുറയുന്ന സമയത്ത്, അതായത് ആളുകൾ മറ്റുള്ള ബ്ലോക്ക് ചെയിനുകളിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ 2 കാരണം കൊണ്ട് ഇത്തേരിയത്തിൻ്റെ പ്രൈസ് കുറയാം, മറ്റുള്ള ബ്ലോക്ക് ചെയിനുകളുടെ വാല്യൂ കൂടാനും ഉള്ള കാരണം ഉണ്ട്. ഓക്കെ, അതിൻ്റെ മെയിനായിട്ടുള്ള 2 റീസൺ എന്ന് പറയുന്നത്, ഒന്ന് ഒരു സ്പെക്കുലേറ്റീവ് ഡിമാൻഡിൻ്റെ ബേസിലും ഇത്തേരിയത്തിൻ്റെ പ്രൈസ് കുറയുന്നുണ്ട്, മറ്റുള്ള ബ്ലോക്ക് ചെയിൻസിൻ്റെ വാല്യൂ കൂടുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു റിയൽ ഡിമാൻഡിൻ്റെ ബേസിലും ഇത് നടക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ജസ്റ്റ് സിമ്പിളാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ആളുകളും യൂസ് ചെയ്യാത്ത ബ്ലോക്ക് ചെയിനുകൾ വരെ $10-20 ബില്യൺ മാർക്കറ്റ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്നുണ്ട് അല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബ്ലോക്ക് ചെയിൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ ഒരു ടോപ്പ് 5 അല്ലെങ്കിൽ ഒരു ടോപ്പ് 10 സ്മാർട്ട് കോൺട്രാക്റ്റ് ബ്ലോക്ക് ചെയിൻസിൽ യാതൊരു രീതിയിലുള്ള അഡോപ്ഷനും ഇപ്പോൾ മറ്റുള്ള ഈ ഒരു ഇത്തേറിയം സൊലാനയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഈവൻ സുയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോലും ഒരു രീതിയിലുള്ള ഒരു അഡോപ്ഷനും ഇല്ലാത്ത, ആളുകൾ യൂസ് ചെയ്യാത്ത ഒരു ബ്ലോക്ക് ചെയിനാണ് കാർഡാനോ. പല ആളുകൾ, പല ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് വാലറ്റ് ആണെന്ന് പോലും അറിയാത്ത ആളുകളാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ DeFi പ്ലാറ്റ്ഫോംസ് ആണെന്നുണ്ടെങ്കിലും വളരെ കുറച്ച് പ്ലാറ്റ്ഫോംസ് മാത്രമുള്ള, വളരെ കുറച്ച് ആളുകൾ മാത്രം യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്, ബ്ലോക്ക് ചെയിൻ ആണ് കാർഡാനോ. പക്ഷേ സ്റ്റിൽ അതിൻ്റെ വാല്യുവേഷൻ $22 ബില്യൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഇത്തരത്തിലുള്ള ഒരുപാട് ബ്ലോക്ക് ചെയിൻസ് ഇനിയുമുണ്ട്. അപ്പോൾ ഈ ഒരു ഇത്തേറിയം ചൂസ് ചെയ്യുന്നതിന് പകരം ഇത്തരത്തിലുള്ള ചെറിയ ബ്ലോക്ക് ചെയിൻസ് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? വെറും സ്പെക്കുലേഷന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇത് ഭാവിയിൽ ഇത്തേറിയം കഴിഞ്ഞൊരു 5-8 കൊല്ലം ജനറേറ്റ് ചെയ്ത അതേ ഒരു റവന്യൂ ഭാവിയിൽ ഈ ടോക്കണിലും ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിൽ ആളുകൾ ഈ പറയുന്ന ലോ വാല്യൂ ടോക്കണുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഒരു യൂസ് കേസും ഇല്ലെങ്കിലും, ആളുകൾ യൂസ് ചെയ്യുന്നില്ലെങ്കിലും അതിനൊരു സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ ആ ഒരു സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് കൊണ്ട് ഇത്തേരത്തിൻ്റെ പ്രൈസിൽ ഡിമാൻഡിന് കുറവ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു റിയൽ ഡിമാൻഡും ഇതിനെ പുഷ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2017-16 വന്നതിന് ശേഷം ഇത്തേറിയം ആയിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു ബ്ലോക്ക് ചെയിൻ. ഇപ്പോൾ ഈവൻ 2021 വരെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ DeFi ആണെന്നുണ്ടെങ്കിലും മെറ്റാവേഴ്സ്, അത്തരത്തിലുള്ള ഒരുപാട് NFT, അത്തരത്തിലുള്ള ഒരുപാട് DeFi ഡാപ്സുകൾ കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് മെയിൻലി ഇത്തേരത്തിലായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതിലെല്ലാം ഡെക്സിലെല്ലാം ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത്തേറിയത്തിന് വളരെ വലിയ രീതിയിലുള്ള ഒരു സ്പോട്ട് ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ ആ ഒരു സ്പോട്ട് ഡിമാൻഡ് ആളുകൾ നേരെ പോയിട്ട് എക്സ്ചേഞ്ചിൽ പോയിട്ട് ഇത്തേറിയം വാങ്ങിക്കും. ഈ ഇത്തേറിയം ഇത്തരത്തിലുള്ള ബ്ലോക്ക് ചെയിൻസിലുള്ള മറ്റുള്ള ഡാപ്സുകളിലും ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യും, ട്രേഡ് ചെയ്യും. അപ്പോൾ ഒരു ഇത്തേരത്തിൻ്റെ ഒരു സ്പോട്ട് ഡിമാൻഡ് കൂടുമ്പോൾ ഇത്തേരത്തിൻ്റെ പ്രൈസാണ് വളരെ വലിയ രീതിയിൽ കൂടുന്നത്. പക്ഷേ 2025-24 വരികയാണെന്നുണ്ടെങ്കിലോ
ഇത്തേരിയത്തിൽ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെ കുറേ ആക്ടിവിറ്റീസ് മറ്റുള്ള ബ്ലോക്ക് ചെയിനുകളിലോട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്യും. ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ സൊലാനയിലോട്ട് ഒരുപാട് ട്രേഡിംഗ് വോളിയൂംസ് കാര്യങ്ങളൊക്കെ സൊലാനയിലോട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്തപ്പോൾ ഇത്തേരിയത്തിനുള്ള ഒരു സ്പോട്ട് ഡിമാൻഡ് കുറയുകയും മറ്റുള്ള ടോക്കണുകളുടെ സ്പോട്ട് ഡിമാൻഡ് കൂടാൻ തുടങ്ങി. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഡെക്സ് വോളിയം മാത്രം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തേരിയത്തിൻ്റെ ഡെക്സിൽ ട്രേഡ് ചെയ്യുന്ന വോളിയം സ്പോട്ടിൽ ഇത്തരത്തിന് ഡെക്സിൽ ട്രേഡ് ചെയ്യുന്ന സ്പോട്ട് വോളിയം ആകെ $1 ബില്യൺ. പക്ഷേ സൊലാനയാണെന്നുണ്ടെങ്കിൽ $2.3 ബില്യൺ. ഇപ്പോൾ ഇതിപ്പോൾ രാവിലെ നോക്കുന്ന സമയത്താണ്, ഇപ്പോൾ US ടൈമിലൊക്കെ നോക്കുന്ന സമയത്ത് ഇതിലും കൂടുതലാണ്, $3 ബില്യൺ $4 ബില്യൺ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു 3 to 4 ടൈംസ് ഡെക്സ് വോളിയം എല്ലാം സൊലാനയിൽ കൂടി. അപ്പോൾ ആളുകൾ മീം കോയിൻസിലും മറ്റും ഒക്കെ വളരെ വലിയ രീതിയിൽ ഗാംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് സൊലാന ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് എക്സ്ചേഞ്ചിൽ പോയി വാങ്ങിയിട്ട് ഇത്തരത്തിലുള്ള ഡെക്സിലൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി സൊലാനയുടെ സ്പോട്ട് മാർക്കറ്റ് പ്രൈസ് വളരെ വലിയ രീതിയിൽ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരേ സമയം റിയൽ ഡിമാൻഡ് കുറയുമ്പോഴും ഇത്തരത്തിൽ മാർക്കറ്റ് ഷെയർ മറ്റുള്ള ടോക്കണുകളിലോട്ട് മാറുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു സ്പെക്കുലേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ടും ആളുകൾ മറ്റുള്ള ടോക്കണുകളിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഇത്തരത്തിൽ ഇപ്പോൾ ഈ ഒരു ഡെക്സ് വോളിയം കാര്യങ്ങളൊക്കെ കൂടിയത് കാരണം കൊണ്ട് തന്നെ സൊലാനയുടെ ടോട്ടൽ ഫീസ് ജനറേറ്റ് ചെയ്യുന്ന ഫീസ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2025 Q1 സൊലാന സൊലാന വാലിഡേറ്റേഴ്സ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് 370 മില്യൺ ഫീസാണ്. പക്ഷേ ഇത്തേരിയത്തിനാണെന്നുണ്ടെങ്കിൽ 216 മില്യൺ ഫീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ഈ വാലിഡേറ്റേഴ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ടോക്കണിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ നോക്കും അല്ലേ. അപ്പോൾ ഒരു കമ്പനിയുടെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും ആ ഒരു കമ്പനീൻ്റെ പ്രോഫിറ്റബിലിറ്റി കാര്യങ്ങളൊക്കെ നോക്കും. ഇപ്പോൾ ഒരേ കമ്പനി ഇപ്പോൾ മാരുതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന, ഇപ്പോൾ മാരുതിയിലും മഹീന്ദ്രയിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മഹീന്ദ്ര മാരുതിനേക്കാളും കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത് രണ്ടിൻ്റെ ഷെയർ വാല്യൂ ഒന്നാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആളുകൾ ഏതാണോ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത് അതിലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇതേ കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ബ്ലോക്ക് ചെയിൻ്റെ കാര്യത്തിൽ നടക്കുന്നത്. അപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ വലിയ രീതിയിൽ ഇപ്പോൾ ട്രാൻസാക്ഷൻ വോളിയം കാര്യങ്ങളൊക്കെ സൊലാനയിലോട്ട് മൈഗ്രേറ്റ് ചെയ്തപ്പോൾ അവരുടെ വാലിഡേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റേഴ്സ് ഇത്തേരിയത്തിന് അവോയ്ഡ് ചെയ്തിട്ട് സൊലാനയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യും. ഓക്കെ, ഇതേപോലെ തന്നെയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസും ഹെഡ്ജ് ഫണ്ടും കാര്യങ്ങളൊക്കെ ഇത്തേരിയത്തിനാണെന്നുണ്ടെങ്കിലും മറ്റുള്ള സ്മാർട്ട് കോൺട്രാക്റ്റ് ബ്ലോക്ക് ചെയിൻസിനൊക്കെ വാല്യുവേഷൻ നടത്തുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2024 ഇത്തേറിയം ജനറേറ്റ് ചെയ്ത ടോട്ടൽ ഫീസ് റവന്യൂ എന്ന് പറയുന്നത് $2 ബില്യൺ അല്ലേ. ഇപ്പോൾ സൊലാനയാണെന്നുണ്ടെങ്കിലോ $370 മില്യൺ. ഇപ്പോൾ ഇത്തേറിയത്തിൻ്റെ റവന്യൂ എന്ന് പറയുന്നത് 1.7% ഇയർ ഓൺ ഇയർ ഡൗൺ ആണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ സൊലാനയുടെ റവന്യൂ ആണെന്നുണ്ടെങ്കിലോ 2844% ഗ്രോത്ത് ആണ്, അതായത് കൂടുകയാണ് കമ്പയർഡ് ടു 2023. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഈ ഒരു ടെസ്ലയുടെയും ടൊയോട്ടയുടെയും അതേ ഒരു വാല്യൂഷൻ തന്നെയാണ് ഇവിടെയും ആളുകൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ടെസ്ലയ്ക്ക് എന്തുകൊണ്ടാണ് ഇത്രയും വാല്യൂഷൻ കൂടുതലുള്ളത്? ടൊയോട്ടൻ്റെ അത്ര പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും അവിടെ ടെസ്ല ഭാവിയിൽ ഒരുപാട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ്. അതായത് ടൊയോട്ടനേക്കാളും കൂടുതൽ ഗ്രോത്ത് റേറ്റ് ടെസ്ലയ്ക്ക് ഉള്ളത് കാരണം കൊണ്ടാണ് ടെസ്ലയുടെ മാർക്കറ്റ് ക്യാപ്പ് ഒരുപാട് കൂടുതലാവുന്നത്. അപ്പോൾ ഇതേ കാര്യം തന്നെയാണ് സൊലാനയുടെ കേസിലും. ഇപ്പോൾ ബ്ലാക്ക് റോക്കിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം അവർ ഇങ്ങനെയാണ് വാല്യൂ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇത്തേറിയം 2024 $2 ബില്യൺ റവന്യൂ ഉണ്ടാക്കി. പക്ഷേ സൊലാന ഓൾറെഡി $370 മില്യൺ റവന്യൂ ഉണ്ടാക്കി. അത് 2844% ഗ്രോത്തിലാണ്. അപ്പോൾ ഇതേ ഒരു ഗ്രോത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 2 to 3 ഇയേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ സൊലാന മേ ബി ഇത്തേറിയത്തിന് ഓവർടേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിലെ മാർക്കറ്റ് ക്യാപ്പ് വെച്ച് നോക്കുമ്പോൾ സൊലാനയുടെ മാർക്കറ്റ് ക്യാപ്പ് അല്ലെങ്കിൽ സൊലാനയുടെ വാല്യൂഷൻ ചീപ്പറാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ആളുകൾ ഇത്തേരിയത്തിനെ അവോയ്ഡ് ചെയ്തിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഇത്തേരിയത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം സൊലാനയിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതേ കാര്യം തന്നെയാണ് മറ്റുള്ള സ്റ്റോക്കിലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഇത്തേരിയത്തിൻ്റെ കേസ് ഈ പറയുന്ന ബ്ലോക്ക് ചെയിൻസിനെല്ലാം ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ട്രഡീഷണലി ഉള്ള സോഫ്റ്റ്വെയർ കമ്പനിയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഇതേ ഒരു ജഡ്ജ്മെൻറ്റിലോട്ടായിരിക്കും അവരെത്തുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബ്ലാക്ക് റോക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മറ്റുള്ള ഹെഡ്ജ് ഫണ്ടൊക്കെ ഇപ്പോൾ ഇത്തേരിയത്തിന് വാല്യുവേഷൻ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, ഇപ്പോൾ ഇത്തേരിയത്തിൻ്റെ ഒരു 1 ഇയർ റവന്യൂ എന്ന് പറയുന്നത് $2 ബില്യൺ ആണ്. അപ്പോൾ ഏകദേശം ഈ ഒരു $2 ബില്യൺ റവന്യൂ ഉള്ള സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഒരു കമ്പനീനെ എടുക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഷോപ്പിഫൈ $2.2 ബില്യൺ ആണ് അല്ലേ. ഏകദേശം ഒരു സിമിലർ റവന്യൂ പ്രോഫിറ്റ് ഉള്ള ഒരു കമ്പനിയാണ് ഷോപ്പിഫൈ. പക്ഷേ ഷോപ്പിഫൈയുടെ മാർക്കറ്റ് ക്യാപ്പ് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ്? $107 ബില്യൺ ആണ്. പക്ഷേ അതേസമയം ഇത്തേരിയത്തിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എത്രയാണ്? $200 ബില്യൺ ആണ്.
അതായത് ഒരേ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന സെയിം കമ്പനികളുടെ, അതായത് ഒരേപോലുള്ള കമ്പനികളുടെ വാല്യുവേഷൻ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ബ്ലാക്ക് റോക്കിൻ്റെ കണ്ണിലൂടെ നമ്മൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കണ്ണിലൂടെ നമ്മൾ നോക്കുമ്പോൾ ഇത്തേരിയത്തിൻ്റെ വാല്യുവേഷൻ ഒരുപാട് ഓവർ വാല്യൂഡ് ആണ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ഇത്തരത്തിലുള്ള ഇത്തേരിയത്തിനെ അവോയ്ഡ് ചെയ്തിട്ട് ഷോപ്പിഫൈ പോലുള്ള സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇതേപോലെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഗ്രോത്ത് റേറ്റ് ഉള്ള മറ്റുള്ള ബ്ലോക്ക് ചെയിൻസിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് ഇതിൻ്റെ ഒരു ബോട്ടം ലൈൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇത്രയും ഒരിക്കലും ഡൈയിങ് അല്ല ഈ പറയുന്ന മാർക്കറ്റ് ക്യാപ് ഡോമിനൻസ് കുറയുന്നത് കൊണ്ട് ഉണ്ടാവുന്നത്. പകരം ഇത്തരത്തിലുള്ള മാർക്കറ്റ് ഷെയർ മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സുമായിട്ട് ഡൈല്യൂട്ടഡ് ആയി പോവുകയാണ് എന്നുള്ളതാണ്. സോ ഇത്തേരത്തിൻ്റെ പ്രൈസ്, ഇതിൻ്റെ പെർഫോമൻസ് മേ ബി ഭാവിയിൽ ബെറ്ററായിട്ട് പെർഫോം ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ അണ്ടർ പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ഒരു പക്ഷേ ഭാവിയിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇമാജിൻ ഇപ്പോൾ സൊലാനയിൽ ഇപ്പോൾ ഒരു മോർ ദാൻ 70% സൊലാനയുടെ റവന്യൂ അല്ലെങ്കിൽ ട്രേഡിംഗ് വോളിയം എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് മീം കോയിൻസ് ട്രേഡിംഗ് ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ ഒരു സസ്റ്റൈനബിൾ ആയിരിക്കില്ല. അപ്പോൾ ഭാവിയിൽ മീം കോയിൻസ് ട്രേഡിങ് കാര്യങ്ങളൊക്കെ ആളുകൾ അവോയ്ഡ് ചെയ്യും. സൊലാന എന്നുള്ളൊരു ബ്ലോക്ക് ചെയിനെ ചിലപ്പോൾ കംപ്ലീറ്റ്ലി അബാൻഡൻ ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ മാർക്കറ്റ് ക്യാപ്പൊക്കെ വീണ്ടും ആളുകൾ സൊലാനയെ അബാൻഡൻ ചെയ്യുകയും വീണ്ടും ഇത്തേരത്തിൽ തന്നെ ഫോക്കസ് ചെയ്യുകയും ചെയ്യും, അല്ലേ? ഇനിയിപ്പോൾ അതല്ല, ആളുകൾ സൊലാനയ്ക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുകയാണ്. അപ്പോൾ സൊലാന എന്തുകൊണ്ടും ഇത്തേരത്തിനേക്കാളും കൂടുതൽ ഫാസ്റ്ററാണ്, ചീപ്പറാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഓൾറെഡി ഇത്തേരത്തിലുള്ള മറ്റുള്ള ഡെക്സുകളാണെന്നുണ്ടെങ്കിലും ഡാപ്സുകളാണെന്നുണ്ടെങ്കിലും മറ്റുള്ള ഇപ്പോൾ റിയൽ വേൾഡ് ഇപ്പോൾ RW ടോക്കണൈസേഷൻ പ്ലാറ്റ്ഫോംസ്, മറ്റുള്ള സ്റ്റേബിൾ കോയിൻസ് കാര്യങ്ങളൊക്കെ സൊലാനയിലോട്ട് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ ഓട്ടോമാറ്റിക്കലി ഇത്തേരത്തിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഇനിയും ഇതിലും വലിയ രീതിയിൽ കുറയും. സൊലാനയുടെ മാർക്കറ്റ് ക്യാപ്പ് വളരെ വലിയ രീതിയിൽ കൂടും. അതേപോലെ തന്നെ മറ്റുള്ള പല ഫാക്ടേഴ്സിനും ആളുകൾ എത്രത്തോളം ഈ ബ്ലോക്ക് ചെയിൻസ് യൂസ് ചെയ്യുന്നു, എത്രത്തോളം റവന്യൂ ജനറേറ്റ് ചെയ്യുന്നു, അത്തരത്തിലുള്ള ഒരുപാട് ഇത്തരത്തിലുള്ള കോമ്പറ്റീഷൻ, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇത്തേരത്തിൻ്റെ ഫ്യൂച്ചർ ഉണ്ടാവുക, ഇത്തേരത്തിൻ്റെ പെർഫോമൻസും ഉണ്ടാവുക. അപ്പോൾ ഒരിക്കലും ഇപ്പം നിലവിലുള്ള ഈ ഒരു ഡാറ്റ വെച്ചിട്ട് നമുക്ക് ഇത്തേറിയം ഡൈയിങ് ആണ് എന്നൊന്നും പറയാൻ സാധിക്കില്ല. പകരം ഭാവിയിൽ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഇത്തേരത്തിൻ്റെ പല മെട്രിക്കും നമ്മൾ മറ്റുള്ള ബ്ലോക്ക് ചെയിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പല കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് പല കാര്യങ്ങൾ നോക്കുമ്പോൾ ഇത്തേറിയം ഒരുപാട് മുന്നിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ പല മെട്രിക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഇത്രയും ഒരുപാട് പുറകിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡിഫൈ ലാമിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രോട്ടോകോൾസ് ഉള്ളത് ഇത്തേറിയം എന്നുള്ള ബ്ലോക്ക് ചെയിൻസിലാണ്. ഓക്കെ, 1325 ഡാപ്പാണ് ഇത്തേറിയത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ ഒരുപാട് ഡെക്സുകളുണ്ട്, ഒരുപാട് ലെൻഡിങ്, ബോറോയിങ്, ആവേ പോലുള്ള കർവ് പോലുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ഡെക്സുകളുണ്ട്, യൂണിസ്വാപ്പ് പോലുള്ള ഡെക്സുകളുണ്ട്. അതേപോലെ NFT പ്ലാറ്റ്ഫോമുകളുണ്ട്, റിയൽ വേൾഡ് ടോക്കണൈസേഷൻ പ്ലാറ്റ്ഫോമുകളുണ്ട്, ഓണ്ടോ, പെൻഡിൽ, അത്തരത്തിലുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഇത്തേറിയത്തിലുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് അഡോപ്ഷനുള്ള ഒരു ബ്ലോക്ക് ചെയിനാണ് ഇത്തേറിയം. രണ്ടാം സ്ഥാനത്തുള്ളത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈനാൻസ് ചെയിനാണ്, 868 ബ്ലോക്ക് ചെയിൻ. പക്ഷേ അതേസമയം നമ്മൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ബ്ലോക്ക് ചെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്റ്റീവ് അഡ്രസ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൊലാനയിലാണ്. 3.89 മില്യൺ അഡ്രസ്സാണ് സൊലാനയിലുള്ളത്. അപ്പോൾ അതേസമയം ഇത്തേരത്തിലാണെന്നുണ്ടെങ്കിൽ വെറും 3,35,000 ആക്റ്റീവ് അഡ്രസ്സാണ് ഉള്ളത്. ഇപ്പോൾ ആർബിറ്റർ ആണെന്നുണ്ടെങ്കിൽ 2,74,000. അപ്പോൾ ഈ ലിസ്റ്റിലൊന്നും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുന്നേ സ്ലൈഡിൽ പറഞ്ഞ പോലെ കർഡാനോ ഒന്നും ആളുകൾ വളരെ കുറച്ചാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ 40ാമത്തെ പൊസിഷനിലൊക്കെയാണ് നമുക്ക് കർഡാനോനോടെ കാണാൻ സാധിക്കുക. വെറും 44 ആപ്ലിക്കേഷൻ മാത്രമാണ് കർഡാനോയിലുള്ളത്. പക്ഷേ മാർക്കറ്റ് ക്യാപ്പോ $22 ബില്യൺ. ഒരുപാട് ഓവർ വാല്യൂഡ് ആണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുക, അല്ലേ? ഇപ്പോൾ ഈവൻ ആക്റ്റീവ് അഡ്രസ്സ് ആണ് എന്നുണ്ടെങ്കിലും വെറും കർഡാനോ ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും 18,000 ആക്റ്റീവ് അഡ്രസ്സാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അതേപോലെ തന്നെ TVL, ടോട്ടൽ വാല്യൂ ലോക്ക്ഡ്, അതായത് ഈ ബ്ലോക്ക് ചെയിൻസിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഡാപ്സുകൾ, ഈ ഓരോ ഡാപ്പുകളിലും ടോട്ടൽ ലോക്കായിട്ടുള്ള ഡോളർ വാല്യൂ ഓഫ് ക്രിപ്റ്റോ കറൻസിയിൽ, അതിപ്പോൾ സ്റ്റേബിൾ കോയിൻസ് ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ടോക്കണുകളുടെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് $46 ബില്യൺ ഇത്തേറിയത്തിൽ. അതായത് ഏകദേശം 51% മൊത്തം ബ്ലോക്ക് ചെയിൻസിലെ 51%ഉം ഇത്തേറിയം തന്നെയാണ് കൈയടക്കി വെച്ചിരിക്കുന്നത്. വളരെ മുന്നിലാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ സൊലാനയാണെന്നുണ്ടെങ്കിൽ രണ്ടാം സ്ഥാനത്തുള്ള സൊലാനയാണെന്നുണ്ടെങ്കിൽ $7 ബില്യൺ എന്നുള്ളതാണ്.
അപ്പോൾ അതേപോലെ തന്നെ സ്റ്റേബിൾ കോയിൻസിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ കോയിൻസ് ഉള്ള ഇത്തേരിയത്തിലാണ്. 123 ബില്യൺ ഡോളറാണ് സ്റ്റേബിൾ കോയിൻസ് ഇത്തേരിയത്തിലുള്ളത്. രണ്ടാം സ്ഥാനത്തുള്ള ട്രോണിൽ 68 ബില്യൺ ഡോളറാണ്. സൊലാനിയിലൊക്കെ വെറും 12 ബില്യൺ ഡോളർ മാത്രം ഉള്ളത്. അതേപോലെ തന്നെ ഇപ്പോൾ കാർഡാനൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ സ്റ്റേബിൾ കോയിൻസിൻ്റെ അഡോപ്ഷൻ ഒന്നും ഇവിടെ കാണാൻ സാധിക്കില്ല. വെറും 31 മില്യൺ ഡോളറൊക്കെ ഉള്ളൂ. ഓക്കെ. അപ്പോൾ അതേപോലെ തന്നെ ഡെക്സ് വോളിയാണെന്നുണ്ടെങ്കിലും സൊലാനയാണ് മുന്നിൽ, രണ്ടാം സ്ഥാനത്ത് ഇത്തേറിയം ഉണ്ട്. 24 അവർ ഫീസാണ് എന്നുണ്ടെങ്കിൽ റവന്യൂ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രോണാണ് ഏറ്റവും കൂടുതൽ മുന്നിലുള്ളത്. സൊലാന രണ്ടാം സ്ഥാനത്താണ്, ഇത്തേറിയം മൂന്നാം സ്ഥാനത്താണ്. അപ്പോൾ അതേപോലെ നമ്മൾ പല മെട്രിക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വാല്യുവേഷൻ നടത്തുന്ന സമയത്ത് പല കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ ഇത്തേറിയം മുന്നിലുണ്ട്, പക്ഷേ ഒരുപാട് കാര്യങ്ങളിൽ ഇത്തേറിയം പുറകിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഭാവിയിൽ പല കാര്യങ്ങളും പല ബ്ലോക്ക് ചെയിൻസിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ഇത്തേറിയത്തിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ സ്മാർട്ട് കോൺട്രാക്റ്റ് ബ്ലോക്ക് ചെയിനുകളെ പൊതുവേ കാണുന്നത് ഒരു സിറ്റികളായിട്ടാണ്. ഓക്കെ. അതായത് നമ്മളിപ്പോൾ ഉള്ളത് മൾട്ടി ചെയിൻ വേൾഡിലാണ്. അതായത് ഭാവിയിൽ ഒരിക്കലും ഏതെങ്കിലും ഒരു ബ്ലോക്ക് ചെയിൻ മാത്രം ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. ഇത് ഓരോ ബ്ലോക്ക് ചെയിനും അതിൻ്റേതായിട്ടുള്ള യൂസ് കേസും ഓരോ ബ്ലോക്ക് ചെയിനും അതിൻ്റേതായിട്ടുള്ള ഒരു മാർക്കറ്റും ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇതൊരു സിറ്റികളെ പോലെയാണ് എന്ന് പറയാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇത്തേറിയത്തിനെ നമ്മളൊരു സിറ്റി ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ന്യൂയോർക്ക് സിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ. ഇപ്പോൾ ന്യൂയോർക്ക് സിറ്റിയിൽ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുക? ന്യൂയോർക്ക് സിറ്റി വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. അതേപോലെ തന്നെ ഒരുപാട് ബില്യണേഴ്സ് ഉണ്ട്, ഒരുപാട് ഹോട്ടസ്റ്റ് ബ്രാൻഡ്സ് ഉണ്ട്, അവിടെയുള്ള ഒരുപാട് വലിയ വലിയ കമ്പനികളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്, ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട്, വലിയ ബാങ്കുകളുണ്ട്. മൊത്തത്തിൽ വളരെ ക്രൗഡഡ് ആയിട്ടുള്ള ജീവിക്കാനാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ വർക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിലും വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ന്യൂയോർക്ക് സിറ്റി, അല്ല. അതേപോലെ തന്നെയാണ് ഇത്തേറിയത്തിൽ ഒരുപാട് DeFi പ്രോട്ടോകോൾസ് ഉണ്ട്. അതേപോലെ തന്നെ ഒരുപാട് റിച്ചസ്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ഡാവോസ് ഉണ്ട്. അതേപോലെ തന്നെ ഒരുപാട് റിയൽ വേൾഡ് അസറ്റ് ടോക്കണൈസേഷൻ പ്ലാറ്റ്ഫോമുകളൊക്കെ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് പ്ലാറ്റ്ഫോംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ എന്താണ്, ഇത്തേറിയം ന്യൂയോർക്ക് സിറ്റി പോലെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിൻ ആണ്. മറ്റുള്ള ബ്ലോക്ക് ചെയിനുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഫീസും കാര്യങ്ങളൊക്കെ കൂടുതലാണ്, അല്ല. ഡെവലപ്പിങ്ങിനാണെന്നുണ്ടെങ്കിലും അത് യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരു റീറ്റെയിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിഫിക്കൽട്ടാണ്, ഫീസ് കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇപ്പോൾ ഓൾറെഡി ഇത്തരത്തിലൊക്കെ ഉള്ള ആളുകളും ഓൾറെഡി റിച്ച് ആയിട്ടുള്ള ആളുകൾ ഓൾറെഡി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ ഇതിൽ കണ്ടിന്യൂ ചെയ്യാം ആയിരിക്കും. പക്ഷേ പുതുതായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു പൂറായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ റീറ്റെയിൽ ലെവലിലുള്ള ആളുകൾക്കൊക്കെ എന്ത് വേണ്ടി വരും? ഇതേപോലുള്ള മറ്റുള്ള ബ്ലോക്ക് ചെയിനുകൾ വേണ്ടി വരും. അപ്പോൾ സൊലാന, അവലാഞ്ച്, നിയർ, സൂയി ഇതൊക്കെ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് മറ്റുള്ള സിറ്റികളായിട്ടാണ്. ഇപ്പോൾ നമുക്ക് സൊലാന വേണമെന്നുണ്ടെങ്കിൽ ഒരു ദുബായ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ. ഇപ്പോൾ ദുബായ് എങ്ങനെയാണ്? ദുബായ് ന്യൂയോർക്ക് പോലെ തന്നെയാണ്, പക്ഷേ ന്യൂയോർക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ചിലവ് കുറവാണ്. അതേപോലെ തന്നെ ഒരുപാട് സ്പേസ് കാര്യങ്ങൾ ദുബായിൽ ഇനിയും അവൈലബിൾ ആണ്. ഒരു ഗ്രോയിങ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്, വളരെ നല്ലൊരു ഗ്രോത്ത് റേറ്റ് ഉണ്ട്. അതേപോലെ തന്നെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചേഴ്സും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂയോർക്ക് പോലെ തന്നെയാണ്. അപ്പോൾ ന്യൂയോർക്കിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും സൊലാനയിലും ചെയ്യാൻ പറ്റും. പക്ഷേ പല കാര്യങ്ങളും നമുക്ക് കുറേ ഫീസ് കുറവായിട്ട് ലെസ് എക്സ്പെൻസീവ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അതല്ല, ഇതിലും ഫീസ് കുറവായിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള സിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് UAE തന്നെ മറ്റുള്ള സിറ്റികളുണ്ട്. അജ്മാൻ ഉണ്ട്, റാസൽ കൈമ ഉണ്ട്, ഉമുൽ കുവൈൻ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റികളിലോട്ട് നമ്മൾ മറ്റുള്ളൊരു ബിസിനസ് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, അതിലും ഫീസ് കാര്യങ്ങൾ ചിലവ് കുറവായിരിക്കും. അപ്പോൾ ഓരോ ബ്ലോക്ക് ചെയിനിലും ഉള്ള ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും ഡെക്സുകളും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും മറ്റുള്ള ബ്ലോക്ക് ചെയിനിലും ഒക്കെ സെയിം ആണ്. ഇത് യൂസ് ചെയ്യുന്ന മാർക്കറ്റ് മാത്രം, യൂസ് ചെയ്യുന്ന ആളുകൾ മാത്രം വ്യത്യസ്തമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഭാവിയിൽ നമ്മൾ ഇതേപോലെ തന്നെ ഒരു മൾട്ടി ചെയിൻ വേൾഡ് ആയിരിക്കും. ഓരോ ബ്ലോക്ക് ചെയിൻസിനും അതിൻ്റേതായിട്ടുള്ള ഒരു മാർക്കറ്റ് ഉണ്ടാവും. അപ്പോൾ അത് എത്രത്തോളം ആളുകൾ ഉപയോഗിക്കുന്നു, എത്രത്തോളം ഓരോ ബ്ലോക്ക് ചെയിനും കോമ്പീറ്റ് ചെയ്യുന്നു, എത്രത്തോളം ഓരോ ബ്ലോക്ക് ചെയിനുകളും ജനറേറ്റ് ചെയ്യുന്ന റവന്യൂ, ഫീസ്, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഭാവിയിൽ ഇത്തരത്തിലുള്ള ബ്ലോക്ക് ചെയിൻസിൻ്റെ വാല്യുവേഷൻ കാര്യങ്ങളൊക്കെ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായി ഇൻഫർമേറ്റീവായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.